യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പശ്ചിമ ബംഗാൾ നടിയുടെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തു. 2016 മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ മാതാപിതാക്കൾക്കൊപ്പം യുവതിയെ കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷം കണ്ടിട്ടില്ലെന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി മസ്കോട്ട് ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഹോട്ടലിലെ സന്ദർശക രജിസ്റ്റർ. കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മാജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറിയിൽ ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനൊരു സംഗതി തെളിയിക്കുക. അപ്പൊ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ എം മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും കേസുണ്ട്. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചുവെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.